കഴിഞ്ഞകാല സർക്കാരിന്റെ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആവർത്തന വിരസത തോന്നും. സാരമില്ലെന്നേ. എന്താ സംഭവം പറ കേക്കട്ടെ. ഓരോ കാര്യങ്ങൾ സ്പ്രിംഗ്ലർ ആയിക്കോട്ടെ, ഈ ആഴക്കടൽ മത്സ്യബന്ധന കരാറിന്റെ കാര്യം ആയിക്കോട്ടെ, പിൻവാതിൽ നിയമനം, ബന്ധു നിയമനം, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ. നമ്മുടെ വാളയാറിലെ പെൺകുട്ടികളുടെ കൊലപാതകം, എന്നെ ഏറ്റവും വേദനിപ്പിച്ച കാര്യം ഈ PSC റാങ്ക് ലിസ്റ്റില് അവർ ഉയർന്ന റാങ്ക് കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥി, 77ാം റാങ്ക് കിട്ടിയ അനു എന്ന ഉദ്യോഗാർത്ഥി ആത്മഹത്യ ചെയ്തു. ജനങ്ങളുടെ സുരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്വം. ആത്മഹത്യ ഒരു സൊല്യൂഷൻ അല്ല ഒന്നിനും. പക്ഷെ എന്നെ ഏറെ സ്പർശിച്ച ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. അപ്പൊ നിഷ്പക്ഷമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് മൈനസുകൾ കഴിഞ്ഞകാല സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ക്രൈസിസ് മാനേജ്മെന്റ്, പ്രളയമായിക്കോട്ടെ, കോവിഡ് എന്ന മഹാമാരി ആയിക്കോട്ടെ, അത് മാനേജ് ചെയ്ത രീതി, അതിവിടെ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം ക്രെഡിറ്റ് അല്ല. ഇവിടെ എൻറ്റയർ ടീം ഓഫ് ഡോക്ടേഴ്സ്, നഴ്സസ്, ആരോഗ്യരംഗത്തെ എല്ലാ പ്രവർത്തകരും, പ്രതിപക്ഷ പാർട്ടികൾ, കമ്മ്യൂണിറ്റി കിച്ചണിൽ സഹകരിച്ച ആരാണ്? ഇവിടുത്തെ ജനങ്ങളാണ്. 100% ഞാൻ യോജിക്കുന്നു. അത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെയോ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. മാത്രമല്ല, ഇത്തരം സംഭവങ്ങളിൽ അത് ഫ്ലഡ്സ് ആയിക്കോട്ടെ, ഫാമിൻസ് ആയിക്കോട്ടെ, മഹാമാരികളായിക്കോട്ടെ, അത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ആ സമയത്ത് കിറ്റ് കൊടുക്കുന്നത് ഔദാര്യമല്ല. ഇറ്റ് ഈസ് അവർ റൈറ്റ്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. നമ്മുടെ അവകാശമാണ്, അത് കറക്റ്റായിട്ട് കൊടുത്തു എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ആയിട്ട് ഒരു സർക്കാർ അവകാശപ്പെടാൻ പാടില്ല. പാർട്ടിക്കാരെല്ലാവരും, ഇടതുപക്ഷ സർക്കാരും സർക്കാരിന്റെ ആൾക്കാരും എല്ലാം പറയുന്നു, ഞങ്ങൾ കിറ്റ് തന്നില്ലേ, ഞങ്ങൾ പെൻഷൻ തന്നില്ലേ. അതെല്ലാം ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നിട്ട് ഒരു ഔദാര്യമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതിൽ ശക്തമായ പരിഭവവും പ്രതിഷേധവും എനിക്കുണ്ട്. പാർട്ടിയാണ് വലുത്, അത് കോംറേഡ് ടു ക്യാപ്റ്റൻ ആവുന്നു. അതൊക്കെ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു വലിയ പാളിച്ചയായിട്ടല്ലേ കണക്കാക്കേണ്ടത്? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഭരിക്കുന്നതിന്റെ ഒരു ഭാരം നമ്മുടെ ചുമലിൽ കയറ്റിവെച്ച ഫീലിംഗ് ആയിരുന്നു ഈ കഴിഞ്ഞ 5 വർഷം. നാടിന്റെ നന്മക്ക് വേണ്ടി സ്വീകരിക്കുന്ന ചില നടപടികൾ, ആ നടപടികൾക്ക് നമ്മൾ നിർബന്ധമാകുകയാണെന്ന് കണ്ടാൽ തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. സബ്സ്ക്രൈബ് ചെയ്യാമോ?